അന്ന് പെയ്ത മഴയിൽ ഭാഗം 8. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അവരുടെ സംസാരം കേട്ടുകൊണ്ടായിരുന്നു സതി തിരിച്ചെത്തിയത്. അവരെ കണ്ടതും മുത്തശ്ശിയും വർഷയും സംസാരം അവിടെ നിർത്തി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വർഷയ്ക്ക് ആ സ്ഥലം നന്നേ പിടിച്ചു. മുത്തശ്ശിയുമായിട്ട് നല്ല കൂട്ടായി. നിനക്ക് നല്ല കൈപ്പുണ്യാണല്ലോ കൊച്ചേ, ഭക്ഷണത്തിനൊക്കെ നല്ല സ്വാദാ. മുത്തശ്ശി ഇടയ്ക്കിടെ വർഷയെ പ്രശംസിക്കും. തറവാട്ടിലെത്തിയിട്ടും കുറച്ച് ദിവസത്തേക്ക് പ്രിയ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. വർഷ എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്താ മോളെ എപ്പോഴും ഇങ്ങനെ മുറിക്കകത്ത് തന്നെ ചടഞ്ഞുകൂടിയിരിക്കുന്നത്? മുത്തശ്ശി പ്രിയയുടെ മുറിയിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശി. അവർ പ്രിയയുടെ കട്ടിലിൽ അവളുടെ അടുത്ത് വന്നിരുന്നു. മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ മോളെ? മുത്തശ്ശിയോട് തുറന്നു പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയ്. മുത്തശ്ശി വിഷമത്തോടെ പ്രിയയുടെ മുഖത്തേക്ക് നോക്കി. അങ്ങനൊന്നുമില്ല മുത്തശ്ശി. പ്രിയ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു. എത്ര നാൾ കൂടിയിട്ടാണ് നിങ്ങളെയൊക്കെ ഒന്ന് കാണുന്നത്. ഇനി അടുത്ത അവധിക്ക് വരുമ്പോൾ ഈ മുത്തശ്ശി ഇതുപോലെ ജീവനോടെ ഉണ്ടാകുമെന്നറിയില്ല. മുത്തശ്ശിക്ക് വേണ്ടിയെങ്കിലും എൻ്റെ മക്കൾ പണ്ടത്തെ പോലെ ചിരിച്ചും കളിച്ചും നടക്ക്. മുത്തശ്ശി കണ്ണീരോടെ പ്രിയയുടെ തലയിൽ തലോടി. പ്രിയയുടെ കണ്ണുകളും നിറഞ്ഞു. അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. പണ്ടത്തെ കളിയും ചിരിയും ഒന്നുമില്ലാതെ നിന്നെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം. മുത്തശ്ശി അവളുടെ നെറുകയിൽ തലോടി. പ്രിയ അവരെ കെട്ടിപ്പിടിച്ച് പിന്നെയും കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ മക്കളെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എൻ്റെ കുഞ്ഞിന് എന്താ ഇത്ര സങ്കടം? മുത്തശ്ശി വെപ്രാളത്തോടെ ചോദിച്ചു. വർഷ പെട്ടെന്ന് പ്രിയയെ തട്ടി വിളിച്ചു. വർഷ അവളുടെ കയ്യിൽ ചെറുതായൊന്ന് തോണ്ടി, അരുതെന്ന ശാസന പോലെ. അപ്പോഴാണ് പ്രിയക്ക് സ്ഥലകാല ബോധം വന്നത്. പ്രിയ പെട്ടെന്ന് കരച്ചിൽ നിർത്തി. പ്രിയച്ചി, എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? ദേ മുത്തശ്ശിയും കരഞ്ഞു തുടങ്ങിയല്ലോ. പ്രിയച്ചിക്ക് കുളിക്കണ്ടേ? വർഷ വിഷയം മാറ്റാനായി പറഞ്ഞു. മുത്തശ്ശി, ഞാൻ കുളിച്ചിട്ട് വരാം. പ്രിയ മുഖം തുടച്ചുകൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി വിഷമത്തോടെ പ്രിയയെ നോക്കിയിരുന്നു. നീ കുളത്തിൽ പോയി കുളിക്കുമോളെ. പണ്ട് വരുമ്പോഴൊക്കെ മോൾക്ക് ആ കുളത്തിൽ കുളിക്കാൻ എന്തിഷ്ടായിരുന്നു. പ്രിയ ബാത്റൂമിലേക്ക് കയറുന്നത് കണ്ട് മുത്തശ്ശി ചോദിച്ചു. പ്രിയ എന്ത് പറയണമെന്നറിയാതെ പെട്ടെന്ന് വർഷയെ നോക്കി. ഞങ്ങൾ പൊയ്ക്കോളാം മുത്തശ്ശി. ഞാൻ കൂടെ ചെല്ലാത്തത് കൊണ്ടാണ് പ്രിയേച്ചിയും പോവാത്തത്. എനിക്ക് കുളത്തിലിറങ്ങാൻ പേടിയാ. വർഷ മുത്തശ്ശിയോട് കള്ളം പറഞ്ഞു. അവരുടെ സംസാരം കേട്ട ആദ്യത്തെ മുറിക്ക് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു. മുത്തശ്ശി അവിടെ നിന്നും പോയപ്പോൾ പ്രിയ ബാത്റൂമിൽ കയറി. നീളം കൈകളുള്ള, കഴുത്ത് മുഴുവനും മറച്ച ചുരിദാർ അവൾ പതിയെ ഊരി. ശരീരത്തിൽ പലയിടത്തായി എന്തോ മൂർച്ചയുള്ള സാധനം കൊണ്ട് വരഞ്ഞ ആഴത്തിലുള്ള മുറിവുകൾ, ഉണങ്ങിയ പാടുകൾ. പ്രിയ അതിലൂടെ വിരലോടിച്ചു. അവൾ ഏങ്ങലടിക്കുന്നത് ബാത്റൂമിൻ്റെ വെളിയിൽ നിൽക്കുന്ന വർഷയ്ക്ക് കേൾക്കാമായിരുന്നു. അതാരും കേൾക്കാതിരിക്കാനായി വർഷ പെട്ടെന്ന് തന്നെ ആ മുറിയുടെ വാതിലടച്ചു. പിറ്റേന്ന് വൈകിട്ട് അമ്പലത്തിൽ മുത്തശ്ശി ആദിത്യൻ്റെയും പ്രിയയുടെയും പേരിൽ പൂജ കഴിപ്പിക്കുന്നുണ്ടായിരുന്നു. അത് തൊഴാനായി പ്രിയയോടും ആദിത്യനോടും അമ്പലത്തിൽ തൻ്റെ ഒപ്പം വരണമെന്ന് മുത്തശ്ശി നിർബന്ധം പിടിച്ചു. വർഷയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാൻ സതി സവിതയുടെ ഒരു സെറ്റ് സാരിയും ബ്ലൗസും കൊടുത്തു. പ്രിയയും ആദിത്യവും മുത്തശ്ശിയും ഒരുങ്ങിയിറങ്ങിയിട്ടാണ് സതിയും വർഷയും വന്നത്. സതിയാണ് വർഷയെ സാരി ഉടുപ്പിച്ചത്. ബ്ലൗസ് കുറച്ച് ലൂസായിരുന്നതിനാൽ അവിടെ ഇവിടെയൊക്കെ പിന്നുകുത്തി ഒരുവിധം ഒപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സെറ്റ് സാരി ഉടുത്ത് നീണ്ട മുടി പിന്നിക്കെട്ടി, കണ്ണിൽ കരിമഷി എഴുതി, വട്ടപ്പൊട്ട് തൊട്ട് കഴുത്തിലൊരു കുഞ്ഞു ചെയിനും കയ്യിൽ കുപ്പിവളയുമിട്ട് വർഷയെ കണ്ടതും എല്ലാവരും അവളെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. ആദ്യത്തെ അവളിൽ നിന്നും കണ്ണെടുത്തില്ല. നമ്മുടെ സവിത എവിടെ പോയെന്ന് ഇനി നോക്കണ്ട. മുത്തശ്ശി ആത്മകഥം പറഞ്ഞത് ആദിത്യ കേട്ടു.
അവിടെ ആദിത്യൻ്റെ അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാറുണ്ടായിരുന്നു. ആദിത്താണത് ഓടിച്ചത്. എല്ലാവരും അമ്പലത്തിൽ ചെന്നു. പൂജ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭഗവാനെ, എൻ്റെ കാര്യങ്ങളെല്ലാം നിനക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ. എന്നെ ഉപേക്ഷിക്കരുത്. വർഷ കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. പ്രദക്ഷിണം വെച്ചിട്ട് വന്നോളൂ കുട്ടികളെ, മുത്തശ്ശി അവരോട് പറഞ്ഞു. സതിയും മുത്തശ്ശിയും പ്രസാദം വാങ്ങാൻ അവിടെ തന്നെ നിന്നു. അമ്പലത്തിൽ വന്നിരുന്ന മിക്ക ചെറുപ്പക്കാരുടെയും കണ്ണ് വർഷയിൽ തന്നെയാണെന്ന് ആദിത്യ മനസ്സിലാക്കി. അവന് നല്ല ദേഷ്യം വന്നു. നടക്കുന്നതിനിടയിൽ വർഷയുടെ ബ്ലൗസിൻ്റെ സൈഡിൽ കുത്തിവെച്ചിരുന്ന സേഫ്റ്റി പിൻ അഴിഞ്ഞ് അത് ബ്ലൗസിൽ തന്നെ ഉടക്കിക്കിടന്നു. അവളുടെ കൈ തട്ടുമ്പോൾ പിന്നുരഞ്ഞ് അവളുടെ ദേഹം വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അത് ഉരയുന്നതിനൊപ്പിച്ച് വേദന കൊണ്ട് പുറം അനക്കിക്കൊണ്ടിരുന്നു. വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. നീ എന്താ തിരുവാതിര കളിക്കുവാണോ? ആദിത്യ അവളോട് ഒച്ച വെച്ചു. വർഷ ഒന്നും മിണ്ടാതെ നിന്നു. എന്താ വർഷ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? പ്രിയ കാര്യം തിരക്കി. ചേച്ചി ഒന്നുമില്ല, ഞാൻ കാറിലേക്കൊന്ന് പൊക്കോട്ടെ, വർഷ ചോദിച്ചു. എന്താ പറ്റിയേ? നിനക്കായോ? പ്രിയ അവളോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. ചേച്ചി അതല്ല, ഞാനൊന്ന് പൊക്കോട്ടെ. അമ്പലത്തിലിടാൻ വേണ്ടിയിട്ടേ നേർച്ച നേർന്നൊരു 10 രൂപ നോട്ട് കാറിൽ വെച്ചിരുന്നു. അതെടുക്കാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് വന്നോളാം, വർഷ കള്ളം പറഞ്ഞു. അമ്പലത്തിൽ നിന്നും കുറച്ച് ദൂരെയായിരുന്നു അവരുടെ കാറ് പാർക്ക് ചെയ്തിരുന്നത്. ഞങ്ങളും കൂടി വരാം, പ്രിയ പറഞ്ഞു. പൂജ നമ്മുടെ പേരിലല്ലേ. പ്രസാദം മേടിക്കണ നേരത്ത് നമ്മളെ 2 പേരെയും കണ്ടില്ലെങ്കിൽ പിന്നെ മുത്തശ്ശിക്ക് അത് മതി. ചേച്ചി അവരുടെ കൂടെ ആക്കിയിട്ടേ ഞാൻ പൊക്കോളാം വർഷയുടെ കൂടെ, ആദിത്യ പറഞ്ഞു. ആദിത്യ കൂടെ വന്നാൽ ശരിയാവില്ല. ബ്ലൗസിൻ്റെ പിന്ന് വിട്ടുപോയി എന്ന് എങ്ങനെ പറയും? കാറിൽ കയറിയിരുന്ന് തനിയെ ശരിയാക്കാമെന്ന് വിചാരിച്ചതാണ്, വർഷ മനസ്സിൽ വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം, നിങ്ങൾ 2 ആളും അകത്തേക്ക് പൊക്കോളൂ, വർഷ പറഞ്ഞു. ഞാൻ കൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദിത്യ അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. വർഷ, അവൻ പറയുന്നത് ശരിയാ, ഒറ്റയ്ക്ക് പോവണ്ട, അവൻ കൂടി വന്നോട്ടെ. പ്രിയയും പറഞ്ഞതോടെ അവളൊന്നും മിണ്ടിയില്ല. പ്രിയേനെ അകത്ത് മുത്തശ്ശിയുടെയും സതിയുടെയും അടുത്താക്കി ആദിത്യ വർഷയും കൂട്ടി കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി. കുറച്ച് ചെറുപ്പക്കാർ വർഷയെ നോക്കി നിൽക്കുന്നതും അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതും അവളെ നോക്കി എന്തോ പറഞ്ഞു ചിരിക്കുന്നതും കണ്ടപ്പോൾ ആദിത്യന് പിന്നെയും ദേഷ്യം വന്നു. ഒന്ന് വേഗം നടക്കുന്നുണ്ടോ? ആദിത്യ അവളോട് ചൂടായി. എന്തിനാ എന്നോട് ഒച്ച വെക്കുന്നത്? വർഷ വിഷമത്തോടെ അവനോട് ചോദിച്ചു. ആരെ കാണിക്കാനാ ഇങ്ങനെ പതുക്കെ നടക്കുന്നത്? വർഷയ്ക്ക് കരച്ചിൽ വന്നു. പിന്നുരയുന്നത് കാര്യമാക്കാതെ അവൾ അവൻ്റെ ഒപ്പം വേഗം നടന്നു. കാറിൻ്റെ അരികിലെത്തിയപ്പോൾ ആദിത്യ പിറകിൽ അവൾക്കുള്ള ഡോറ് തുറന്നു കൊടുത്തു. അവൻ വെളിയിൽ തന്നെ നിന്നു. വർഷ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വാ. വർഷ ഡോറടച്ചിട്ട് പിന്നെ ഊരിയെടുക്കാൻ നോക്കി. അത് പക്ഷേ ബ്ലൗസിലുടക്കി കിടക്കുകയായിരുന്നു. അവൾ കുറേ ശ്രമിച്ചിട്ടും അത് ഊരി വന്നില്ല. എന്താ പൈസ കിട്ടിയില്ലേ? നീ എവിടെയാ വെച്ചത്? കാറിൽ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു കൊണ്ട് ആദിത്യ ചോദിച്ചു. വർഷ ഒന്നും മിണ്ടിയില്ല. കിട്ടിയില്ലെങ്കിൽ സാരയില്ല, ഇങ്ങ് ഇറങ്ങി വന്നേ, പൈസ ഞാൻ തന്നോളാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാവോ? എന്താ കാര്യം? പ്ലീസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാവോ? വർഷ അപേക്ഷ പോലെ ചോദിച്ചു. നിനക്കിത് എന്തിൻ്റെ സുഖേടാ? കാറിൽ നിന്ന് പൈസ എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇതിനകത്ത് കയറി അടയിരിക്കുന്നു. എന്നിട്ട് എന്നോട് കാറിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഞാൻ നിൻ്റെ കൂടെ വന്നത്. മനുഷ്യനെ ഒരുമാതിരി വട്ട് കളിപ്പിക്കരുത് കേട്ടോ. ആദിത്യ ശബ്ദമുയർത്തി സംസാരിച്ചു. പിന്നെ കൊണ്ടുകയറുന്നതിൻ്റെ വേദനയും പ്രതീക്ഷിക്കാതെയുള്ള ആദിത്യൻ്റെ ദേഷ്യവും കണ്ടപ്പോൾ വർഷയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവൾ കൈകൾ കൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ആദിത്യ പെട്ടെന്ന് വല്ലാതായി. എന്താ കാര്യം? അവൻ ശാന്തനായി അവളോട് ചോദിച്ചു. എൻ്റെ സൈഡിൽ പിന്നുകൊണ്ട് വേദനിക്കുക, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. കരച്ചിലിനിടയിൽ ഏങ്ങലടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവന് വല്ലാത്ത കുറ്റബോധം തോന്നി. ആരൊക്കെയോ അവളെ നോക്കി നിൽക്കുന്നതിൻ്റെ കുശുമ്പിലാണ് അവൻ അവളോട് ദേഷ്യപ്പെട്ടത്. അവൾ പക്ഷേ ആരെയും ശ്രദ്ധിക്കുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. അതും അവൻ ഓർത്തു.
ആദ്യത്തെ ഫ്രണ്ട് സീറ്റിൽ നിന്നിറങ്ങി ബാക്ക് ഡോർ തുറന്ന് അവളുടെ അടുത്ത് ചെന്നിരുന്നു. അവളുടെ ചുമലിൽ പിടിച്ച് അവളെ പുറംതിരിഞ്ഞിരുത്തി. അവൾ പേടിയോടെ അവനെ നോക്കി. ആദ്യത്തെ അവളുടെ പിന്നിയിട്ടിരുന്ന മുടിയെടുത്ത് മുൻപിലേക്കിട്ടു. ഇടുപ്പിൻ്റെ വശത്ത് ബ്ലൗസിൻ്റെ സൈഡിലായി അവൾ കൈ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റി ആ ഭാഗത്തെ സാരി കുറച്ചു മാറ്റി. അവിടെ പിന്നയഞ്ഞിരിക്കുന്നതും അതിന് തൊട്ട് താഴെയായി പിന്നുകൊണ്ട് ചോര പൊടിയുന്നതും കണ്ടു. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ പിന്നൂരിയെടുത്ത് അത് വീണ്ടും ശരിക്ക് കുത്തിക്കൊടുത്തു. അവൾ എന്തു ചെയ്യണമെന്നറിയാതെ വിറച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അവളെ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവൻ അവളുടെ മുറിവിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. വർഷ ഞെട്ടി വിറച്ചു. മുഖം തിരിച്ച് ആദിത്യനെ നോക്കി. അവൾ പെട്ടെന്ന് കാറിൻ്റെ ഡോറ് തുറന്ന് അമ്പലത്തിലേക്ക് ഓടി. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.